സോറി, മീനു ആണെന്ന് വിചാരിച്ചു. സോറി സോറി. ലിയ, 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 ഞാൻ അറിയാതെ സംഭവിച്ചതാ. ദയവ് ഇത് മീനാക്ഷിയോട് പറയരുത്. ഞാൻ പറയുന്നത് കുട്ടി കേൾക്കുന്നുണ്ടോ? പറയില്ല. താങ്ക്സ്. I love you. ഇത് കൊള്ളാം. റെഡി ആയില്ലേ ഇതുവരെ? ഇങ്ങനെ കിടന്ന് ഉറങ്ങിയ ഒരു മടിയനാവും സുധിയേട്ടാ.
കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഭക്ഷണക്കുറവും ഉറക്ക കൂടുതലും. പറഞ്ഞു വരുമ്പോ ഇതും ഒരു രോഗവാ. ശോ. എന്താ കോഫി കുടിക്കാഞ്ഞത്? ഒരു കാര്യം മനസ്സിലായി, ബാത്റൂമിലും പോയിട്ടില്ല അല്ലേ? ആ, ഇങ്ങനെ ഓരോ ശീലങ്ങൾ നിർത്തിയിരുന്നെങ്കിലേ ബാക്കിയുള്ളവരുടെ പണിയും കുറഞ്ഞേനെ. അമ്മയ്ക്ക് എന്താ വാങ്ങുക? സെറ്റും മുണ്ട് ഒരുപാടുണ്ട്, അത് വേണ്ട. ഈ പ്രാവശ്യം വെള്ളിക്കസവിന്റെ ഒരു സെറ്റും മുണ്ട് ഖാദി എന്ന് വാങ്ങാം. ഒരഭിപ്രായം പറയൂ സുധിയേട്ടാ. നിന്റെ ഇഷ്ടം പോലെ ചെയ്. അത് ശരി, കഴിഞ്ഞ പിറന്നാൾ വരെയും അമ്മയ്ക്ക് ഓരോന്ന് സെലക്ട് ചെയ്തത് സുധിയേട്ടൻ തന്നെയല്ലേ? മീനു പ്ലീസ്, എനിക്കിപ്പോൾ തലയിൽ കയറുന്നില്ല. കേറില്ല. എന്റെ വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ തന്നെ ആണല്ലോ. ഒരു കാര്യം ചെയ്, വെള്ളി കസവ് നല്ല സെലക്ഷനാ, അതാക്കാം. എങ്കി ഇവിടെ നിർത്ത്. ഖാദിയുടെ പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. സുധിയേട്ട ലിയ വീട്ടിലൊന്ന് കൊണ്ടുവിട്. ഞാൻ ആ സമയം കൊണ്ട് അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് വാങ്ങാം. ലിയ, വീട്ടിൽ എന്റെ അന്വേഷണം പറയണം. നിന്നെ കൂടെ അവിടെ കൊണ്ടുപോയി അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. സാരല്ല, ഇന്ന് ട്യൂഷനില്ലേ, പിന്നീടാവാം. ബൈ ചേച്ചി, ടാറ്റാ. അമ്മ പ്ലീസ് പ്ലീസ്. നീ ഇവരുടെ ഒപ്പം പൊക്കോ. ഞാനും പറഞ്ഞു. ആയിരിക്കും പെണ്ണേ. എന്ത് കഷ്ടമായി. വന്നോളൂ. പറഞ്ഞാ കേക്കാത്ത മോനാന്ന് അമ്മ ഓർത്തില്ല. എന്തിനാ ലിയ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ. ഞാൻ അറിയാതെ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിച്ചില്ലേ? ശരി, സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഇങ്ങനെയൊക്കെ സംഭവിച്ചോർത്ത് വീട്ടിൽ വരാതിരിക്കരുത്. നിന്നെ കണ്ടപോലെ അവൾ വലിയ ഹാപ്പിയില്ല. എൻ്റെ പഴയ മീനുനെ എനിക്ക് തിരിച്ചു കിട്ടിയ പോലെ. മോളെല്ലാം മറക്കണം. I love you. സുധിയേട്ടൻ എവിടാ? ഞാൻ ഒരു മിനിറ്റേ. ഒരു മിനിറ്റോ? അയ്യോ, ഞാൻ മട്ടാഞ്ചേരി എത്തി. മട്ടാഞ്ചേരിയിൽ എന്തിനാ പോണേ? ഞാൻ MG റോഡിലാണല്ലോ. ഞാൻ ഉടനെ വരാം. പെട്ടെന്ന് വാ. ആ, സമയം ഉണ്ടെങ്കിൽ ഒരു ജ്യൂസ് കുടിച്ചാലോ? നടക്കടാ അങ്ങോട്ട്. അവന്റെ ഒരു ജ്യൂസ്. ha ha ha
ആ ഉണ്ടല്ലോ, ഒന്ന് ഹോൾഡ് ചെയ്. ഹലോ, ഹലോ, ഹൂസ് ദിസ്? ഞാനാ ലിയ. ലിയയോ? എന്തിനാ വിളിച്ച? ഏയ് ഒന്നുമില്ല, വെറുതെ ഒന്ന് വിളിക്കണം തോന്നി. പപ്പയുടെ കയ്യിന്നാ നമ്പർ കിട്ടിയേ. നീ എവിടുന്നാ വിളിക്കുന്നേ? സ്കൂളിന്റെ അടുത്തുള്ള കോയിൻ ബൂത്തിന്നാ ഞാൻ വിളിക്കുന്നേ. ശരിയെന്നാ. ഫോൺ വെക്കുവാണോ? എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഐ ലവ് യു. ഹലോ ഹലോ. കുറച്ചു ദിവസമായി ഫോൺ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. നന്നാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഫോണിന്റെ കംപ്ലൈന്റ് ആണെന്ന് ആരാ പറഞ്ഞ? പിന്നെ ഇതെന്താ? ഇത് ഐറ്റിയാ, ഒന്ന് സൈൻ ചെയ്യാൻ. എന്താ മീനു? സുധിയേട്ടൻ ചോറുണ്ടോ? എന്റെ ദൈവമേ, വിശപ്പില്ല. എന്താ? അല്ല, സൈൻ ചെയ്യാൻ. ആ, എന്താ ഹമീദേ? പേന വെച്ചിട്ട് പോ. നിന്റെ ലൈൻ എവിടെയുണ്ട്? കുറച്ചു നാളായല്ലോ കണ്ടിട്ട്. ഇപ്പം മിക്കവാറും വരും. എന്തിനാ ഈ ബന്ധം കൊണ്ടു കിടക്കുന്നത്? ഒരിക്കലും ചേരാത്ത ഒന്നല്ലേ ഇത്? എന്റെ മോളെ, പ്രേമത്തിന് പ്രത്യേകിച്ച് പ്രായമോ സൗന്ദര്യമോ പണമോ ഒന്നുമില്ല. പ്രേമം അതൊരു സുഖ. ഫേസ്ബുക്കും ഗൂഗിളും ഒന്നും തിരിച്ചറിയാത്ത നിനക്ക് അത് പറഞ്ഞ മനസ്സിലാവില്ല. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്കറിയോ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഷാജിയേട്ടൻ ഞങ്ങളുടെ വീടിനടുത്ത് പൊറോട്ട അടിക്കാൻ വന്നത്. അമ്മയുടെ ജോലിത്തിരക്ക് കാരണം വീട്ടിൽ പലപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയിരുന്നില്ല. അങ്ങനെ ഹോട്ടലിൽ പോയി പോയി ആ ഷാജിയേട്ടനുമായി ഞാൻ പ്രേമത്തിലായി. എനിക്കിന്ന് വയസ്സ് 16, ഷാജിയേട്ടനോ 30. എങ്കിൽ കൂടെ എത്രയോ പ്രാവശ്യം ഞങ്ങൾ കല്യാണം കഴിഞ്ഞവരെ പോലെ. എനിക്ക് കേക്കണ്ട. ഇപ്പൊ ഷാജിയേട്ടൻ സ്വന്തം അധ്വാനത്തിൽ ഒരു ഓട്ടോ. ആ ചേച്ചി എന്തെടുക്കുക? എന്തെടുക്കാനാ മോളെ? കുറച്ച് ഓഫീസ് വർക്ക് വീട്ടിൽ വെച്ച് ചെയ്യുന്നു. ഫുഡ് കഴിച്ചോ? കഴിച്ചു ചേച്ചി. അന്നാൻ്റിയോട് പറയണം ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഞാൻ ഉണ്ടാവുമെന്ന്. എന്തായാലും നിങ്ങളെ എല്ലാവരെയും ഈ ക്രിസ്മസിന് ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കും. ക്രിസ്മസ് വരെ ഞാൻ കാത്തിരിക്കണം? അങ്ങനെ പറഞ്ഞല്ല. സുധിയേട്ടൻ ഉറങ്ങിയോ? ഉറങ്ങിന്നാ തോന്നുന്നത്. ഉറങ്ങിയില്ലെങ്കിലേ എന്റെ ഒരു സ്പെഷ്യൽ ഗുഡ് നൈറ്റ് പറഞ്ഞോളൂ. തീർച്ചയായും. ഉറങ്ങിയോ ആവോ? ലിയ വിളിച്ചിരുന്നു. അതിന് ഞെട്ടുന്ന എന്തിനാ? ആ വെള്ളം ഇങ്ങ് എടുക്ക്. എന്തു പറഞ്ഞ്? ഒരു സ്പെഷ്യൽ ഗുഡ് നൈറ്റ് കൊടുക്കാൻ പറഞ്ഞു. പാവം കുട്ടി അല്ല സുധിയേട്ടാ? ആ, സുധിയേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഈ മുടി വെട്ടിക്കാറായില്ലേ? നാളെ വെട്ടിച്ചാ പോരെ? ഓ മതി. ഹലോ, ഞാനാ. മനസ്സിലായി. എന്താ കുട്ടി, എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? എനിക്ക് സുധിയേട്ടനെ വിളിക്കണം തോന്നി, ഞാൻ വിളിച്ചു. അതൊരു തെറ്റാ? തെറ്റ് തന്നെയാണ്. നീ മനസ്സിലുള്ളൊക്കെ വിട്ട് എന്നെ വിളിക്ക്. എന്നാലേ എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റൂ. ഇന്നെന്താ പപ്പുവിനെ കൊണ്ടുവിടാൻ വരാഞ്ഞേ? ഞാൻ കാത്തിരുന്നു. എന്നെ പേടിച്ചിട്ടാണോ? മീനു കൊണ്ട് വിട്ടോളാന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും ഒരു ബേർഡൻ ആവില്ല. ദൂരെ മാറിയെന്നെങ്കിലും എനിക്ക് കാണാനുള്ള അനുവാദം തന്നൂടെ? എന്താ ലിയ നീ പറയുന്നത്? അങ്ങനൊന്നും ചിന്തിക്കരുത്. എനിക്ക് എന്റെ വിഷമം പറയാൻ മീനാക്ഷി ചേച്ചി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും ചേച്ചിനോട് പറയാൻ പറ്റില്ലല്ലോ. അയ്യോ എന്റെ ദൈവമേ, ആവശ്യമില്ലാത്തൊന്നും കാട്ടിക്കൂട്ടരുതേ. ഇല്ല, പക്ഷേ ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. ഹലോ, എന്താ? സുധിയേട്ടാ ഫ്രീ ആണോ? നല്ല ഫ്രീ ആണ്. നീ എന്താന്ന് വെച്ചാ പറ. പപ്പുവിന്റെ ആനിവേഴ്സറി
രേഖയുടെ കല്യാണം, പിന്നെ കുറച്ച് കാഷ്വൽസ്. അർജന്റായി ഇന്ന് പർച്ചേസിന് പോണം. ഞാനിന്ന് ഫ്രീ ആയി. സുധിയേട്ടനും കൂടി വരുവോ? സോറി, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. നീ എന്താന്ന് വെച്ചാൽ വാങ്ങ്. പിന്നെ പപ്പുനെ കൂട്ടാൻ മറക്കണ്ടേ. അല്ലെങ്കിൽ തന്നെ ഈ ഇടയായിട്ട് എന്റെ കാര്യത്തിന് വിളിച്ച അപ്പ തിരക്കാം. ശരി, ഞാൻ കാണിച്ചു തരാം. സൗകര്യം ഉണ്ടേ വന്നാ മതി. എന്താണ് മാഡം, നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. എങ്ങനെ മനസ്സിലായി? അല്ലേ, ഞാൻ ഒരു പണിയില്ലാന്ന് തോന്നുന്ന അയ്യർക്ക്. ഫ്രീ ആണോ? ഫ്രീ ആണല്ലേ, അത് ശരി. എത്രയും പെട്ടെന്ന് ഈ ഫയലൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വാ. ചെല്ല്, പോയേ, പോയിക്കോളൂ. താങ്ക്സ്. എന്താ എന്താ ഇവിടെ? എന്തെങ്കിലും പർച്ചേസ്? വെറുതെ വന്നാ. ഓ, അത് ശരി. വെറുതെ വരാൻ ഇതെന്താ? നല്ല ഹ്യൂമർ സെൻസ്. നിനക്ക് വല്ല കോമഡി ഷോയിലും പങ്കെടുത്തൂടെ? എന്തിനാ കോമഡി ഷോയില് പങ്കെടുക്കുന്നത്? 5-8 വർഷമായിട്ട് സ്ഥിരം കോമഡി തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. ആട്ടെ, എങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടെ ഉണ്ടെന്ന്? എന്നും ഡിസ്കൗണ്ട് സെയിലുള്ള ഏക ടെക്സ്റ്റൈൽ ഷോപ്പല്ലേ ഇത്? കളിയാക്കണ്ടാട്ടോ. ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടോ നോക്ക്. ആ, ഇങ്ങനൊരു സ്കീം ഉള്ളത് ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, ഈ ഷർട്ട് എങ്ങനെയുണ്ട്? ആ, സൂപ്പർ ആണല്ലോ. ഇത് കൊള്ളാം. സുധിയേട്ടന് നന്നായിട്ട് ചേരും. ഉം. ഏ, ഉം. സ്കൂളിൽ നിന്ന് പപ്പുവിന്റെ കൂടെ ലീയും കൂട്ടി. കുറച്ച് ദിവസമായി ഞാൻ ഓർക്കുന്നു ഇവക്കൊരു ഡ്രസ്സ് വാങ്ങണമെന്ന്. എവിടെ? ഞാനൊരു ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്നു. മീനാക്ഷി, മീനു, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നീ വീട്ടിലേക്ക് എത്തിക്കോളൂല്ലോ. എന്റെ സുധിയേട്ടാ, ഞാൻ വീട്ടിലേക്ക് തന്നെയല്ലേ എത്തത്തുള്ളൂ. ധൃതി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ വന്നത്? ഈ സുധിയേട്ടന്റെ തലയിൽ ഐസ് കട്ട വെക്കേണ്ട സമയം കഴിഞ്ഞു. ശരി, പൊക്കോ. എങ്കിൽ പോകുന്ന വഴിക്ക് ആ ലീ ഒന്ന് ഡ്രോപ്പ് ചെയ്. ഞാൻ ഇറങ്ങുമ്പോ ലേറ്റ് ആവും. എന്താ ഒന്നും മിണ്ടാത്തെ? അല്ലേ, ഇപ്പൊ പോണ്ട, കുറച്ച് കഴിഞ്ഞ് പോവാം. ചേച്ചി, ചിലപ്പോ നേരം വൈകിയ മമ്മ വഴക്ക് പറയും. പ്ലീസ് ഒന്ന് ഇവിടെ ഡ്രോപ്പ് ചെയ്. ശരി, വാ. ലിയ, ആ, സെലക്ട് ചെയ്ത ഡ്രസ്സ് കൗണ്ടറിൽ നിന്ന് മേടിച്ചോളൂ കേട്ടാ. ബൈ ബൈ. സുധിയേട്ടാ, എന്താ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് മിണ്ടാനാ? എനിക്കിപ്പോ നിന്നെ കാണുന്നത് തന്നെ പേടിയാ. എന്തിനാ എന്നെ പേടിക്കുന്നേ? ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം സുധിയേട്ടനോട് പറഞ്ഞോണ്ടാണോ? അങ്ങനെ പറഞ്ഞല്ല ലിയ. ഓ, ഞാൻ നിന്നെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ? എനിക്ക് എല്ലാം മനസ്സിലാവും. നീ എല്ലാം മറക്കണം. ആവശ്യമില്ലാത്ത ചിന്തകളിട്ട് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിഷ്ടമാണ് ഒരുപാട്. ഒരിക്കലും മറക്കാൻ എന്നെ കൊണ്ടാവില്ല. വേണ്ട ലിയ, പ്ലീസ്. ഐ ആം എ ഫാമിലി മാൻ. സുധിയേട്ടാ, എന്തു പറ്റി സുധിയേട്ട ഒരു മൂഡ് ഔട്ട്? ഒരു ചായ വേണം. രാത്രിയിൽ ചായയോ? ഇതൊരു പുതിയ ശീലാണല്ലോ.
ചായ എങ്കിൽ ചായ. ചായ. എന്താ ഡ്രസ്സ് മാറാതിരിക്കുന്നത്? എന്താ സുധിയേട്ടാ പറ. ഒന്നുമില്ല, ചെറിയൊരു തലവേദന. ഈ ഷർട്ടിന്റെ ബട്ടൺ എങ്ങനെയാ പൊട്ടിയേ? രാവിലെ പോയതാ. രാവിലെ ബട്ടൺ ഉണ്ടായിരുന്നല്ലോ. എങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും പോയതായിരിക്കും. എന്നാലും ഇതെങ്ങനെയാ പൊട്ടിയത്? സുധിയേട്ടാ ഇങ്ങ് വാ. എന്താ? നല്ല ഷർട്ടായിരുന്നു, പുതിയൊരു ബട്ടൺ വെക്കണം. എന്നാ എന്നോട് പറയാത്തതായി സുധിയേട്ടൻ ഒന്നും തന്നെ ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്തോ ഒന്ന് മറച്ചു വയ്ക്കുന്നത് പോലെ. ചിലപ്പോ എൻ്റെ തോന്നലായിരിക്കും. ഞാൻ സുധിയേട്ടൻ്റെ ഭാര്യ മാത്രാണോ? ഒരു സുഹൃത്തും കൂടിയല്ലേ. എന്തിനാ സുധിയേട്ടൻ വെറുതെ ഉള്ളു നീറി നടക്കുന്നത്? എന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ? ഓ മീനു, പ്ലീസ് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. ഇല്ല, എനിക്ക് കാര്യം അറിയണം. പ്ലീസ് ലീവ് മീ അലോൺ ഫോർ എ ലിറ്റിൽ ടൈം. നീ എവിടെ പോന്ന്? ഒറ്റയ്ക്ക് വിടാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാ. ചിന്തിച്ചോ, നേരം വെളുക്കോളം ചിന്തിച്ചോ. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. മീനു, ഒരു ബിസിനസ്മാന് കുറേ ടെൻഷൻസ് ഉണ്ടാവും. അതിനിടയിൽ സമയമുണ്ടെങ്കിൽ പാവത്തിനെ കൂടി ഒന്ന് ഓർത്താ നല്ലത്. ഗുഡ് നൈറ്റ്. രാത്രി മുഴുവൻ ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല എന്ന് തോന്നുന്നു. ഇന്നെന്താ ഓഫീസിൽ പോണ്ടേ? കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. സ്കൂൾ ലീവാ. ഞാനും ലീവ് എടുത്തു. ഒന്ന് വീട് വരെ പോയാ എന്താ? കൂടെ വരാൻ സമയമുണ്ടോ? ഇന്ന് 12 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എബ്രോഡ് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ബ്രാഞ്ചിന്റെ ഡിസ്കഷനാ. എന്റെ വീട്ടിലേക്ക് പോണോന്ന് പറയുമ്പോ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എത്യോപ്യയിൽ നിന്നൊക്കെ കുറച്ചാൾക്കാർ സാധാരണ മീറ്റിങ്ങിന് വരാറുള്ളതാ. മീനു, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഇത് സത്യമാ. നീ മോനെയും കൂട്ടി പോയിട്ട് വാ. പാവപ്പെട്ടവന്റെ അരിപ്രശ്നമല്ലേ. ഞാൻ പോയിട്ട് വരാം വീട്ടിലേക്ക്. പക്ഷെ സുധിയേട്ടൻ ഇവിടെ ഇരുന്നാ ചായ പോലും കിട്ടില്ല. ക്ലാരാൻറ്റി ഇന്ന് ലീവാ. കുറച്ച് കഴിഞ്ഞ് ഞാൻ പോവല്ലോ. നീ പോയിട്ട് വൈകുന്നേരം എത്തണം. ഈ സ്നേഹം കണ്ടിട്ടൊന്നും പറയാനും തോന്നുന്നില്ല. ഐ ലവ് യു സുധിയേട്ടാ. ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. എന്തു പറ്റി, പേടിച്ചു പോയോ? ഒന്നുമില്ല. ആ പപ്പു, പപ്പൂസേ നീ കുളിച്ചു കഴിഞ്ഞോ? എന്താ? അത് ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിലേ വരാൻ പാടുള്ളൂ. നിന്റെ സംസാരമൊക്കെ മാറുന്നുണ്ട് കേട്ടോ. ചേച്ചി എവിടെ? അവള് പപ്പോട്ട് വീട്ടിൽ പോയിരിക്കാം. ക്ലാരാൻറ്റി ഇല്ലേ? ക്ലാരാൻറ്റി അവരിന്ന് ലീവാ. എന്താ ഇത്? അപ്പോൾ ഡെക്കറോസ്റ്റുവാ, അമ്മ തന്നു വിട്ടതാ. എന്താ ഇന്ന് ലീവ് എടുത്തോ? ഇപ്പൊ പോണം. നീ ഇറങ്ങല്ലേ? എന്തിനാണ് സുധിയേട്ടാ എന്റെ അടുത്ത് നിങ്ങൾ അകന്നു പോകുന്നത്? എപ്പോഴെങ്കിലും ഒരിക്കല് എന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ?
എന്റെ സ്നേഹം സത്യാണ്. ഞാനിന്ന് വേറൊരു ലോകത്താ. മനസ്സ് മാത്രല്ല ശരീരം തിരിച്ചറിയാൻ പഠിപ്പിച്ചത് എന്നെ സുധിയേട്ടനാ. എന്നെ ഇഷ്ടമല്ലാന്ന് പറയരുത്. മീനാക്ഷി ചേച്ചി എനിക്ക് എല്ലാമാണ്. പക്ഷെ സുധിയേട്ടൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ആണ്. എന്നെ വിശ്വസിക്കേ. Nothing gonna change my love for you. You won't know how much I love you. ലിയ വേണ്ട, തെറ്റുകൾ വീണ്ടും ആവർത്തിക്കണ്ട. സുധിയേട്ടാ. ലിയ വേണ്ട, ലിയ വേണ്ടെന്നല്ലേ പറഞ്ഞത്? വേണ്ടെന്നല്ലേ പറഞ്ഞത്? ലിയ, വെറുതെ കരയാതെ. എന്താ ലിയ? I love you. I love you. I love you. I love you. ലിയ, സർ, അവര് വെയിറ്റിംഗിലാ. എന്താ വരാത്തെ? ഹമീദ്, നീ എങ്ങനെയും വരെ പറഞ്ഞു വിട്. നല്ല തലവേദന കാരണം എനിക്കൊന്നും സംസാരിക്കാൻ കൂടി പറ്റുന്നില്ല. സർ, ഇന്ന് മീറ്റിംഗ് നടന്നില്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഓക്കെ? ശരി സർ. ലിയ, നിനക്കൊരു കുറ്റബോധവും ഇല്ലേ? എന്തിനാ കുറ്റബോധം? എനിക്കൊന്നും അറിയില്ല. പക്ഷെ താങ്ക്സ്. താങ്ക്സോ? എന്തിന്? എല്ലാത്തിനും. ഞാനൊരാണാണ്. പക്ഷെ എല്ലാരും ഇങ്ങനെ തന്നെയാണോ? ഒരു നിയന്ത്രണവും ഇല്ലാതെ. എനിക്കറിയില്ല. നീ പോയിക്കോ, മീനു വരാൻ സമയമായി. ശരി, ഞാൻ പോവാം. പക്ഷേ അതിനു മുമ്പ് എന്ത്? ആ ലിയ, നീ എപ്പോ എത്തി? ട്യൂഷൻ കളയണ്ടാന്ന് കരുതിയാ നിന്നെ വിളിക്കാതിരുന്നത്. ഇപ്പൊ എത്തിയുള്ളൂ. സുധേട്ടന് മീറ്റിംഗ് ഇല്ലായിരുന്നോ? മാറ്റിവെച്ചു. നല്ല തലവേദന. അയ്യോ, വാ ബാമിട്ടുവരാ ഞാൻ. എന്താ കണ്ണ് നിറയുന്നത്? തലവേദനയുടെ ആയിരിക്കും. ഞാൻ പോട്ടെ ചേച്ചി. നല്ല കഥ. പോകാനോ? വാ അകത്തേക്ക്. നാളെ സൺഡേ അല്ലേ? അന്നാന്റെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം. വാ. മീനു, അവള് പോട്ടെ. ഞാൻ തീരുമാനിച്ചോളാം. ഇതെന്റെ കുട്ടിയല്ലേ? വാ, വന്ന എങ്ങോട്ട്? സുധിയേട്ടൻ അങ്ങനെ ഓരോന്നൊക്കെ പറയും. അതൊന്നും കാര്യാക്കണ്ട. വാ. എന്താ? സർ, ഇതൊന്ന് സൈൻ ചെയ്ത് തന്നിരുന്നെങ്കിൽ. ഞാൻ ഒരു വിധത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. നാളെ നിർബന്ധമായിട്ട് മീറ്റിംഗ് ഉണ്ടാവണമെന്നാ പറയുന്നത്.
താങ്ക്സ്. കുറച്ചു ദിവസമായല്ലോ ഇവിടേക്കൊക്കെ കണ്ടിട്ട്. ചെറിയ തിരക്കുകൾ. വീട്ടിലെല്ലാവർക്കും ഓ സുഖമായിരിക്കുന്നു. നീ പോയിക്കോ, നാളെ മീറ്റിംഗ് കൺഫേം ചെയ്തോ. ഓക്കെ ഓക്കെ സർ. എന്നാ ശരി. ഓ സുധിയേട്ടാ വേഗം കയറ്, തലയിൽ വെള്ളം താഴും. An orgasm, also known as a sexual climax, is the most pleasurable response to sexual stimulation. It can be physical, psychological, emotion, or a combination of these. ഞാനൊന്നും കാണുന്നില്ല എന്ന് കരുതണ്ടേ. ഈയിടെയായി ഭക്ഷണകാര്യത്തിൽ സുധിയേട്ടന് യാതൊരു ശ്രദ്ധയില്ല. രാത്രി മിനിമം 10 ചപ്പാത്തിയും 4 മുട്ടയും കഴിക്കുന്ന സുധിയേട്ടന് ഇപ്പൊ ഒന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയാൽ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം വലിയ കഷ്ടമാവും. സാരമില്ല, ഞാനൊന്ന് സീരിയസ് ആയാലേ കാര്യം നടക്കൂ. ഇത് കഴിക്ക്, ഞാൻ തരുന്നത് മുഴുവൻ കഴിച്ചോണം. ഒരാളെ വാരിക്കൊടുത്ത് മുറിയിലിട്ട് പൂട്ടിയിരിക്കുക, അടുത്ത ഇത്. ലിയക്ക് ഇതൊക്കെ നല്ല കാഴ്ചയായിരിക്കും അല്ലേ? വീട്ടിൽ പറയണ്ടാട്ടോ. ലിയ, നിന്നോട് തന്നെയാ പറയുന്നേ. സുധിയേട്ടന്റെ അസുഖം നിനക്കും പിടിച്ചോ? ഏയ് ഇല്ല ചേച്ചി. ഇല്ലാതിരുന്നാ കൊള്ളാം. എന്താ വെള്ളം. എന്നാ സുധിയേട്ടാ, 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 എന്താ? വാ, മീനാക്ഷി, വേഗം വാ. എങ്ങോട്ട് വരാനാ? പോവാം. അരികിലായി അകലെയായി അറിയുകില്ലെൻ വേദന പ്രണയമായി സിരകളിൽ കുളിരുമായി വാ തെന്നലേ ഹൃദയമേ നീ വരൂ മധുരമാ സന്ധ്യയിൽ തെളിയും നിറദീപമായി നീ അരികിലായി അകലെയായി അറിയുകില്ലെൻ വേദന
ചുംബനത്തിനായി നീർപ്പളുങ്കുമിഴിയും തഴുകാം ചുംബനങ്ങളാ പ്രിയതേ നിന്തലോടനിൽ ഞാനറിയുന്നു സാന്ത്വനം പ്രിയതേ കണ്ണീരാ തേടുന്നോ മലേ ഇരുളിൽ ഞാൻ തനിയെ നിൽക്കവേ തിരയോളം തീരാ സ്നേഹമായി പിടയുന്നു നെഞ്ചം വെറുതെ ഓ നീ ഉറങ്ങിടും രാവോടു ചൊല്ലിടാം നിദ്രയിൽ സദാ താലോലമേകുവാൻ പ്രിയതേ അരികിലായി അകലെയായി അറിയുകില്ലെൻ വേദന സർ, ഇരിക്കെ. എന്താ സർ കുറച്ച് ദിവസമായിട്ട് ഓഫീസിലൊന്നും എത്താത്തത്? കമ്പനിയിൽ പല കാര്യങ്ങളും പെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക. അത് ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് കാര്യം പറ. ഒന്ന് രണ്ട് സൈൻ വേണം. പിന്നെ ഈ റിപ്പോർട്ട് ഒന്ന് നോക്കണം. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ. സർ, എന്താ പറ്റി? ആദ്യം ഓഫീസിലെ കാര്യങ്ങൾ ശ്രദ്ധിക്ക്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല നിനക്ക്. സോറി സർ. ശരി സർ. അമിത്, നിൽക്കവിടെ. ഞാൻ എന്തോ ഒരു മൂഡില്ല. സോറി. നിനക്കെന്നെ അറിയാവുന്ന ആളല്ലേ? അറിയാം സർ. പക്ഷേ കുറച്ച് ദിവസങ്ങളായി സാർ ഒരുപാട് മാറിയിരിക്കുന്നു. സാറെന്തോ ടെൻഷനല്ല. അത് തിരിച്ചറിയാനുള്ള ശേഷി എനിക്കില്ലാതെ പോയി. വരട്ടെ സർ. നീ നേരെ പോയിക്കോളൂ. മോനെ ഞാൻ കൂട്ടിക്കോളാം. സുധിയേട്ടൻ എവിടെയാ? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാം. എന്താ പറ്റിയേ? എന്താ പറ്റിയേ? എന്താ ഈ ഒളിപ്പിക്കുന്നേ? ഇതെന്താ? എന്തിനാ ഇങ്ങനെ ചെയ്തത്? നിനക്ക് വേണ്ടി ഈ വേദനയിൽ ഞാൻ ഒരു സുഖം കണ്ടെത്തുന്നുണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് തരാറുള്ള സുഖമുള്ള വേദന. എനിക്കറിയാം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നാലും വേദനിക്കുന്നില്ലേ? വേദനിക്കുന്നുണ്ട്. പക്ഷേ ഭക്ഷണം റെഡി. വന്ന് കഴിച്ചാൽ പാത്രം കഴുകി വയ്ക്കായിരുന്നു. വിശപ്പില്ല. നാളെ തന്നെ ഡോക്ടറെ കാണണം. അല്ലാതെ വേറെ വഴിയില്ല. ഉറങ്ങിക്കോ. Nothing only changed my love for you. You won't know how much I love you. സുധിയേട്ടാ, എനിക്ക് ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്ത്? എന്തോ വലിയ ചിന്തയിലായിട്ടൻ. മനസ്സിൽ കിടന്ന് അലട്ടുന്ന ഒരു ടെൻഷൻ. എന്നോട് പറയാതെ ഇത്രയും ദിവസം പിടിച്ചു നിന്നില്ലേ? സുധിയേട്ട മാറി ഒരുപാട്. എങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല.
ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം മാറും. സോറി. ഉറങ്ങിക്കോ. ഒരിക്കൽ ഞാനും ഇങ്ങനെ നിശബ്ദമായി പോയതല്ലേ. അതിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് സുധിയേട്ടനല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? വേണ്ട. ആ, ഇതെന്താ ഇഷ്ടമില്ലാത്ത ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ടിരിക്കുന്നത്? ഒരു ചേഞ്ച്. കുറച്ചു കാലം ഫുൾ സ്ലീവ്സ് ഒക്കെ ഇടാം. താല്പര്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വേഗം തിരിച്ചറിയാൻ പറ്റും. ആ തിരിച്ചറിവ് മാനസിക സംഘർഷം ചിലപ്പോൾ കുറയ്ക്കും. എന്റെ പൊന്നു മോളെ, വെറുതെ ഒന്നിട്ടതാ. രാവിലെ തന്നെ ഫിലോസഫി പറഞ്ഞ് പ്രാന്താക്കരുതേ. വാ. മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട അമ്മമാരാണ്. വെറുതെ ബുദ്ധിമുട്ടിക്കല്ലേ വിനു. നിനക്കവനെ സ്കൂളിൽ കൊണ്ടുവിട്ടാൽ എന്താ? ഇത് കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒന്ന് ആസ്വദിക്കണമെങ്കിൽ ഡ്യൂറേഷൻ വേണ്ടേ? ഇതിപ്പോ 3 സെക്കൻഡോ 4 സെക്കൻഡോ എനിക്കും കണ്ട. ദേ ലിയ വരുന്നു. എന്തെടുക്ക അവിടെ? ഒന്നുമില്ല. എന്നാലും എന്താ ഒരു ഒളിച്ചുകളി? ഒന്നും ഇല്ലെന്റെ മോളെ. എന്നെ കൂടി കാണിച്ചു തരോ? എന്ത്? മൊബൈല്. അതിന് ഞങ്ങളുടെ മൊബൈൽ ഉണ്ടെന്ന് ആര് പറഞ്ഞു? എന്തിനാ കള്ളം പറയുന്നേ? പ്ലീസ്. നിനക്ക് എന്ത് പറ്റി? ടീച്ചറിനോട് പറഞ്ഞ് ഒരു പ്രാവശ്യം സസ്പെൻഷൻ വാങ്ങി തന്നത് പോരെ നിനക്ക്? സോറി, ഇത് ഞാൻ പറയില്ല. സത്യം? എന്നാ പിടിച്ചോ. നിനക്ക് എന്ത് പറ്റി? വല്ലതും കുടുങ്ങി കാണും. ഈ മൊബൈൽ എടുത്തോ. ഇതിലാവുമ്പോ 500 എണ്ണം ഉണ്ടാവും. എനിക്കറിയില്ല നോക്കാൻ. ദാ ഇങ്ങനെ. ഹലോ. മീനു, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ആ, മോനെ സ്കൂളിൽ നിന്ന് ഞാൻ കൂട്ടിക്കോളാം. എന്റെ സുധിയേട്ടൻ ഇത് എന്ത് പറ്റി? ശരി, ഓക്കെ. എന്നാലും സുധിയേട്ടൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ആയത്? അതെ, പപ്പു ഇപ്പൊ വരും. അതിനു മുമ്പ് ഇത് ബാഗിൽ വെച്ചോളൂ. എന്താ ഇത്? ഒരു മൊബൈൽ ഫോണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിളിക്കണം, അല്ലാതെ പറ്റുന്നില്ല. താങ്ക്സ്. ഞാൻ പറയാനിരിക്കായിരുന്നു. പലവട്ടം ഞാൻ ആലോചിച്ചതാ വാങ്ങാനായി. പപ്പു വരുന്നു. നാളെ കാണാം. ഞാൻ പോണേ. വൈകിട്ട് ഞാൻ ആ ഫോണിലേക്ക് വിളിക്കട്ടോ. ഓക്കെ. ഡാ പപ്പു, വാ വാ. എനിക്ക് സന്തോഷായി. എപ്പ വേണമെങ്കിലും സംസാരിക്കാലോ. നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ. അവിടെ ഉണ്ടോ? അതിന് ഞാൻ പുറത്തല്ലല്ലോ, റൂമിലല്ലേ. എനിക്ക് ആ ജനലിലൂടെ ഒന്ന് നോക്കിയേ, തണുത്ത കാറ്റ് വരുന്നുണ്ടോന്ന്. ഉണ്ട്, ചെറിയ കാറ്റ്. തണുക്കുന്നുണ്ടോ? ഞാൻ വരട്ടെ. ഈ കാറ്റിന് ശക്തി കൂടിയില്ലേ? ലിയ, മോളെ, ദേ മീനാക്ഷി ചേച്ചി വിളിക്കുന്നു. മമ്മയുടെ ഫോണിൽ മീനാക്ഷി ചേച്ചി വിളിക്കുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാം, പ്ലീസ്.
ഷർട്ടുകളൊക്കെ എന്ത് നല്ല ചേർച്ചയാ സുധിയേട്ടന്. വെറുതെ കുറച്ചു കാലം മാറ്റി വെച്ചു. ഇനി മുതൽ ഏട്ടൻ ഫുൾ സ്ലീവ് ഇട്ടാ മതി കേട്ടോ. എന്തു പറ്റി? ഒന്നുമില്ല. ഷേവ് ചെയ്തില്ലെങ്കിലും കുളിച്ചില്ലെങ്കിലും സുധിയേട്ടന് ഓരോ ദിവസവും ചെറുപ്പായിക്കൊണ്ടിരിക്കുക, മനസ്സും ശരീരവും. ഗുഡ് ബോയ്. വാ. ഇരിക്ക്. ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോവാണോ? വന്നേ, ഇവിടെ ഇരുന്നേ. ക്ലാരാൻഡി ഉണ്ടാക്കിയതല്ല. കാലത്തന്നെ ഞാൻ എഴുന്നേറ്റ് ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള പുട്ടും കടലയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ചിലപ്പോഴൊക്കെ മീനാക്ഷി ഉണ്ടാക്കുന്നതും ശരിയാവുമെന്ന് മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്നെ എത്രമാത്രം ഇഷ്ടമുണ്ട് സുധിയേട്ടന്? അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? 2-3 ദിവസമായി ഉറക്കത്തിൽ കിടന്ന് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അതുകൊണ്ട് ചോദിച്ചതാ. സ്വപ്നത്തിൽ മാത്രമാണോ അതോ ജീവിതത്തിലും ഒരുപാട് ഇഷ്ടമാണ് എന്നെ? എന്താ മീനു ഇങ്ങനെ? ഏയ്, സന്തോഷം കൊണ്ടാ. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ സുധിയേട്ടൻ. പപ്പു കഴിച്ചോ? അവൻ കഴിച്ചു. റെഡിയാ, ദാ വരുന്നു. എനിക്കറിയില്ല അച്ഛാ. ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയോ വിളിച്ചു പറയും. ഭക്ഷണം കഴിക്കാൻ കൂടി താല്പര്യമില്ല. ഓഫീസിൽ പോകുന്നുണ്ടോന്ന് കൂടി എനിക്ക് സംശയം. കാര്യങ്ങൾ വ്യക്തമായിട്ട് തീർക്കാമായിരുന്നില്ലേ? നിന്നോടൊന്നും ഒളിച്ചു വെക്കാത്ത ആളാണല്ലോ, പിന്നെന്താ ഇങ്ങനെ? അറിയില്ല, പക്ഷെ ചില സമയങ്ങളിൽ എൻ്റെ അടുത്ത് വലിയ സ്നേഹമാ. അപ്പോൾ ഓർക്കും ഞാൻ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നെന്ന്. പക്ഷെ അതൊന്നും അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ കൂടി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അത്ര മനപ്പൊരുത്തമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. എന്താ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് പരസ്പരം അറിയാം. എന്നിട്ടും അറിയാത്ത പോലെ നടിക്കുക. സത്യം പറ, എന്താ ഉണ്ടായത്? ഒന്നുമില്ല അച്ഛാ. ഏട്ടൻ്റെ സ്വഭാവത്തില് പഴയതിലും മാറ്റം. അത് തന്നെയാ ചോദിച്ച കാരണം എന്താന്ന്. മീനു, നിനക്കറിയാം. ഒരു കുട്ടിയായി ഏട്ടന് അടുപ്പുണ്ടോന്നൊരു സംശയം. ഏത് കുട്ടി? അന്ന് അച്ഛൻ കണ്ടില്ലേ, ലിയ. നിന്റെ സംശയം മാത്രമാണോ അതോ? സംശയമല്ല അച്ഛ, സത്യാണ്. കരയാതെ മീനു. അവളെ കുറിച്ച് ആ രാത്രി കിടന്ന സംസാരം. ഓനെ സ്കൂളിൽ കൊണ്ടുവിടാൻ ഓടുക. അവിടെ വെച്ച് ആ കുട്ടിയെ കാണാലോ. ഇപ്പൊ കയ്യിൽ എന്തോ വെച്ച് ലിയാന്ന് എഴുതിയിരിക്കുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ പറഞ്ഞ പോലെ സുധി ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ളത് സത്യം. അവൻ എന്താ പറ്റിയത്? ഛേ, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, അച്ഛൻ കുറ്റപ്പെടുത്തുകയില്ല. അവൾ എനിക്ക് മകളെ പോലെയായിരുന്നു. അത് നിനക്ക്. പക്ഷെ സുധിക്ക് അങ്ങനെ ആവണമെന്നില്ലല്ലോ. ആ പെൺകുട്ടിയുടെ മനസ്സിൽ നീ ഒട്ടൊരു അമ്മയുമല്ല. എപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ ആവണമെന്നില്ല. സ്വന്തം മകൻ പോലും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. കഴിവതും നമ്മൾ മറ്റുള്ളവർക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക. അച്ഛാ, ഞാനിപ്പോ എന്താ ചെയ്യാ? വിഷമിക്കാതെ ബുദ്ധിപൂർവ്വം നീങ്ങണം. സുധിയെയോ ആ കുട്ടിയെയോ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടേക്ക് അവളെ കൂട്ടിക്കൊണ്ടൊന്നും കിടപ്പുമുറി വരെ സ്വാതന്ത്ര്യം കൊടുത്തു ആരാ? മോളെ, കരയാതെ. ഞാൻ സാവകാശം അവനെ വിളിക്കാം. എടുത്തിയാടി എന്തെങ്കിലും ഞാനോ നീയോ പ്രവർത്തിച്ചാൽ സ്വന്തം ജീവിതം മോളെ എപ്പോഴും വളരെ ശ്രദ്ധിച്ചു വേണം.
Today, we are going to learn nuclear fusion. Okay? You may please note. Two light elements of low energy that combines to form a single nucleus. Leah, stand up. ക്ലാസ്സിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന കുട്ടിയാ. മറ്റുള്ള കുട്ടികൾക്ക് മാതൃകയാവേണ്ട ആളാ സ്കൂൾ ലീഡർ. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ കുട്ടി നിനക്ക് സംഭവിച്ചത്? നീ മറ്റേതോ ലോകത്താണ്. ദേ ഫൈനൽ എക്സാം വരാൻ പോവാ. എന്താ ചെവി കേൾക്കുന്നില്ലേ? എന്താ അത്? അതിങ്ങ താ. ഇവിടെ മറ്റുള്ള കുട്ടികളെ മൊബൈൽ കൊണ്ടുവരുന്നതിന് എന്നോട് കംപ്ലൈന്റ് പറഞ്ഞ ആളാ നീ. Get out. Get out of my class. നിക്കവിടെ. തൽക്കാലം പ്രിൻസിപ്പളിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. ഏൽപ്പിച്ചാലുള്ള കോൺസിക്വൻസസ് എന്താണെന്ന് നിനക്കറിയാവുന്നതല്ലേ? കൊണ്ടുപോയിക്കോ ഇതും കൂടി. എൻ്റെ ക്ലാസ്സിൽ ഇനി ഞാൻ പറയാതെ കയറണ്ട. യു മേ ഗോ നൗ. എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? ഒന്നുമില്ല, കാണാൻ തോന്നി. നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഞാൻ ആഫ്റ്റർനൂൺ ലീവാ. എന്തോ ഒരു മൂഡ് ഔട്ട്. വണ്ടി വിട്. എവിടേക്ക്? എവിടേക്കെങ്കിലും. എന്ത് പറ്റി നിനക്ക്? ഇങ്ങനെ ഗ്ലൂമിയായ മുഖം കാണാനാണോ എന്നെ വിളിച്ചത്? നമുക്ക് ദൂരെ എവിടേക്കെങ്കിലും പോവാം. എന്താ നിനക്ക് ഈ ക്ലൈമറ്റ് പിടിക്കുന്നില്ലേ? സുധിയേട്ടാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താണ്? എന്നെ കല്യാണം കഴിച്ചൂടെ? എന്ത്? എന്താ പറഞ്ഞ? എന്നെ കല്യാണം കഴിച്ചൂടെ എന്ന്. അതാവുമ്പോ എനിക്ക് സുധിയേട്ടനെ എപ്പോഴും കാണാലോ. എന്ത് വിഡിത്തമാണ് നീ പറയുന്നത്? ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണെന്ന് എനിക്ക് ചിന്തിച്ചൂടെ? ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാൻ. പറഞ്ഞല്ല നീ മറക്കണം. പിന്നെ എന്തിനാണ് എന്നെ സ്നേഹിച്ചത്? ഒരു ചിന്തയില്ലാതെ നടന്ന എന്നെ എന്തൊക്കെ ആക്കിയത്? എപ്പോഴെങ്കിലും ഞാൻ നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പോ നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു അല്ലേ? പറ. ചീറ്റ് ചെയ്യാനോ? നീ എന്താ ഈ പറയുന്നേ? എനിക്കറിയില്ല ലിയ. തെറ്റുകൾ ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. തെറ്റുകൾ ആവർത്തിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. ഞാനൊരു പാവ. എന്നെ നിങ്ങൾ. നീ കരയരുത്. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നമ്മൾ എങ്ങനെയോ ഇങ്ങനെയൊക്കെ ആയി. ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാതെ നീ പറയുന്ന പോലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. വേണ്ട, ഞാൻ പോകുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്. ലിയ, നിക്കവിടെ. ലിയ, ലിയ പ്ലീസ്. എന്റെ അവസ്ഥ നീ എന്താ മനസ്സിലാക്കാത്തത്? എന്നെ വിട്ടുപോകാൻ നിനക്ക് കഴിയുമോ? അങ്ങനെ പറ്റാത്തോണ്ടല്ലേ ഞാൻ ചോദിച്ചത്. ദേവി നീ പ്രശ്നം ഉണ്ടാക്ക. എല്ലാരും അറിഞ്ഞ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നോട് ക്ഷമിക്കില്ല. ക്ഷമിക്കാനും സഹിക്കാനും പറ്റാത്തോണ്ടല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ആയത്. ഞാൻ പോവാ. മാഡം, ഞാൻ വഴിയിൽ വെച്ച് സുധി സാറിനെ കണ്ടിരുന്നു. സാർ ഒറ്റക്കായിരുന്നില്ല. ആരാ കൂടെ? ഒരു സ്കൂൾ പൊണ്ണ്. അത് വഴിയിൽ നിന്ന് കറിയുന്നുണ്ടായിരുന്നു. സുധി സാർ എന്നമോ റിക്വസ്റ്റ് പண்ற மாதிரி തോന്നിച്ചു. அந்த மாதிரி സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ നിന്നില്ല. ഞാൻ കണ്ടുക്കാമ വന്നിച്ചേ. എപ്പടി മാഡം, ഞാൻ വന്ന് പറഞ്ഞെന്ന് സുധി സാർ കിட்ட പറയല്ലേ. പോടാ. ആ
എക്സ്ക്യൂസ് മീ. ഹമീദ്, സുധിയേട്ടൻ എവിടെ? മൊബൈൽ എടുക്കുന്നില്ല. ഇവിടെ ഇല്ല മാഡം. എവിടെ പോയി? ഹമീദ് ഇരിക്ക്. ഞാൻ പറയുന്നോണ്ട് മാഡം ഒന്നും വിചാരിക്കരുത്. കുറച്ച് ദിവസമായി സാർ ഇവിടെ വരാറില്ല. ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ചൂടായി. സത്യത്തിൽ ഇപ്പോൾ ഓഫീസ് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത് റോഡിലും ബീച്ചിലൊക്കെ വെച്ചാ. ചിലപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, കുറേ കഴിയുമ്പോൾ തിരിച്ചു വിളിക്കും. ഞാനൊരു കംപ്ലൈൻ്റായി പറയുന്ന മാഡം കരുതരുത്. സുധി സാർ അറിയാൻ വേണ്ട. ഇല്ല ഹമീദ്, സുധിയേട്ടന് കുറച്ച് നാളായി നല്ല ടെൻഷനുണ്ട്. ഞങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ് ആണ്. സാരമില്ല, ഉടനെ മാറും. ഹമീദ് കാര്യാക്കണ്ട. ശരി മാഡം. Snooky hair. That would look so hot. You know what else I want? To be a Kardashian? Get real. I want to go hiking on a mountain and commune with nature. Oh my damn it, this is so perfect! All I have to do is ask Judy to go on a mountain hike and then she'll fall madly in love with me and want to share my toothbrush and everything. What up, Foxes? Hi, Kevin. എന്താ അവിടെ കിടക്കുന്നേ? എന്താ അവിടെ കിടക്കുന്നേന്ന്? ഫോൺ എടുക്കാത്ത എന്താ? ഞാൻ കണ്ടില്ല. ഓഫീസിൽ പോവാത്ത എന്താ? എനിക്കൊരു മൂഡില്ല. കുറച്ചു നാളായി മൂഡില്ലാത്തോണ്ടാണോ ഓഫീസിൽ പോവാത്തത്? പിന്നെ എവിടേക്കാ രാവിലെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്? എനിക്ക് സൗകര്യത്തിലേക്ക്. നീ നിന്റെ പണി നോക്ക്. ബിസിനസ് കാര്യങ്ങൾ എനിക്കറിയാൻ നോക്കാൻ. അതെ, ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. ഭർത്താവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒരു തെറ്റായി എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. പിന്നെന്താ പെട്ടെന്നൊരു മാറ്റം? സത്യം പറ സുധിയേട്ട, എവിടേക്കാണ് ഓഫീസിലേക്കെന്ന് പറഞ്ഞ് ഇവിടുന്ന് രാവിലെ ഇറങ്ങി പോകുന്നത്? കണ്ട പാർക്കിലും ബീച്ചിലൊക്കെ പോയിരിക്കാൻ നിങ്ങൾക്ക് എന്താ വട്ടാണോ സുധിയേട്ട? യെസ്, എനിക്ക് വട്ടാണ്. ഐ ആം മാഡ്. ഐ ആം മാഡ്. വട്ടാണ് പോലും. ഞാൻ ആരാ സുധിയേട്ടാ നിങ്ങളുടെ? പറയാൻ പറയാൻ. Do you think I am just only a sex toy? മീനു, ഐ ആം സോറി. ഞാൻ ഇതുവരെ നിന്നെ തല്ലിയിട്ടില്ല. എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല മോളെ. ഞാനൊരു പെണ്ണാണ്, ഭാര്യയാണ്. എന്നെ കുറിച്ച് എനിക്ക് തന്നെ പൂർണ്ണ ബോധ്യമുണ്ട്. സംഭവിച്ചത് മുഴുവൻ എനിക്കറിയാം. എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. മീനു, തെറ്റെന്റെ തന്നെയാ. പക്ഷെ സുധിയേട്ടൻ ഇത്രയ്ക്ക് തരം താന്നു പോയെന്ന് ഞാൻ കരുതിയില്ല. എപ്പോഴെങ്കിലും എന്നെയോ നമ്മുടെ മോനെ ഓർത്തിരുന്നു ചെയ്തു കൂട്ടുന്ന ചിന്തിക്കുന്നതും വലിയൊരു തെറ്റാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു? ഞാൻ അവളെ മോളെ പോലെ കണ്ടിരുന്നത്. പക്ഷെ സുധിയേട്ടൻ എങ്ങനെ കഴിഞ്ഞു
ശ്ശേ. ഓരോന്ന് തിരിച്ചറിയുന്ന സമയങ്ങളിൽ ആരും അറിയാതെ കരയുക മാത്രമാണ് ഞാൻ ചെയ്തത്. കയ്യിൽ ആ കുട്ടിയുടെ പേരെഴുതി കണ്ടപ്പോൾ മനസ്സിലായി, അതുപോലെ തന്നെ ആ പേര് ഹൃദയത്തിലും പതിഞ്ഞു കാണുമെന്ന്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടില്ല. ആ സമയവും ഞാൻ ഒരു വിഡ്ഢിയെ പോലെ സുധിയേട്ടന്റെ മുമ്പിൽ നിന്നു. ഒരിക്കലും ഒരു ഭാര്യയ്ക്ക് പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളാ സുധിയേട്ടൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സുധിയേട്ടനെ ഞാൻ വെറുക്കില്ല ഒരിക്കലും. എന്നിൽ നിന്ന് കിട്ടാത്തത് എന്താണ് ആ കുട്ടിയിൽ നിന്ന് കിട്ടിയത്? സ്നേഹോ അതോ കരയാതിരിക്കൂ. എങ്ങനെ കരയാതിരിക്കും? 2 ദിവസമായി ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട്. എവിടെയാണ്, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒന്നും സംഭവിക്കില്ല. നമ്മളെല്ലാം തിരിച്ചറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവനുണ്ടായ ഒരു വിഷമം മാത്രം. കുറച്ചുനാൾ മാറി നിൽക്കാൻ അയാൾ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. അതേ സാധിക്കും മോളെ. അയാളെ കൊണ്ട് തിരിച്ചു വരും, അതെനിക്ക് ഉറപ്പാ. മറ്റൊരു രീതിയിൽ അന്വേഷണം നടത്തിയാൽ നമുക്ക് തന്നെ അതിൻ്റെ നാണക്കേട്. നമ്മൾ മാത്രം അറിഞ്ഞ കാര്യങ്ങൾ നാട്ടുകാരെ കൂടി അറിയിക്കണ്ടല്ലോ. ഇടയ്ക്ക് ഞാനൊന്ന് വിളിച്ചിരുന്നു, ഫോൺ റിങ് ചെയ്തു, പക്ഷെ എടുത്തില്ല. സുധി എത്തുന്നവരെ കാത്തിരുന്നേ പറ്റൂ. നീ ആ കുട്ടിയെ വിളിച്ചിരുന്നോ? അവളെ വിളിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഞാൻ വിളിക്കുന്നത് ശരിയല്ല. അച്ഛൻ വിളിക്കണ്ട, പാവം ജീവിച്ചു പോയിക്കോട്ടെ. അതല്ല, നീ ആ കുട്ടിയെ ഒന്ന് കാണണം. സുധി മിസ്സിംഗ് ആണെന്ന് പറയണ്ട. ഒരുപക്ഷെ എന്താ സംഭവിച്ചെന്ന് അവളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റിയെന്നിരിക്കും. വളരെ ആത്മസംയമനത്തോടു കൂടി വേണം അവളോട് സംസാരിക്കാൻ. ഒരു കാരണവശാലും അവളുടെ മാതാപിതാക്കൾ അറിയാൻ പാടില്ല. എനിക്കാവൂന്ന് തോന്നുന്നില്ല. നിന്നെ കൊണ്ടേ പറ്റൂ. കാര്യങ്ങൾ മനസ്സിലാക്കും മിനു. ആ മോളായിരുന്നോ? കൊറേ നാളായല്ലോ ഈ വഴിക്ക് കണ്ടിട്ട്. കുറച്ച് തിരക്കുണ്ടായിരുന്നു. ലേമള് പറഞ്ഞിരുന്നു ക്രിസ്മസിന് സുധിസാറിനെയും മോളെയും മോനെയും ഒക്കെ ക്ഷണിക്കണമെന്ന്. ലിയ എവിടെ? അകത്തുണ്ട്, ഉറക്കാൻ തോന്നുന്നു. കുറച്ച് ദിവസമായി വിട്ടുമാറാത്തൊരു തലവേദന. ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങി. ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ശരി. കുറച്ചു ദിവസമായില്ലേ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. ആ മോളെ, ആ ഒരു ചായ എടുക്കട്ടെ? ആയിക്കോട്ടെ, ആന്റിയുടെ ആഗ്രഹം നടക്കട്ടെ. തലവേദന മാറിയോ? വിളിച്ചിരുന്നോ സുധിയേട്ടൻ? ഇല്ല. നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ഞാൻ പിണങ്ങിയിട്ടില്ല. നിന്നെ ഞാൻ അറിയാതെ വലിച്ചഴച്ചതാ എന്റെ കുടുംബജീവിതത്തിലേക്ക്. എന്റെ മരിച്ചുപോയ മോളുടെ സ്ഥാനായിരുന്നു ഞാൻ ലിയയ്ക്ക് തന്നത്. പക്ഷേ നീ ഒരു കുട്ടിയല്ല,
ഒരുപാട് വളർന്നു പോയിരിക്കുന്നുവെന്ന് ഈ ചേച്ചിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല മോളെ. എന്നോട് ക്ഷമിക്ക്. പക്ഷേ എനിക്ക് നിന്നെ ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞാനൊരു സ്ത്രീയല്ലേ. bye. ഏയ് ചേച്ചി നിക്ക, ചേച്ചി നിക്ക നിക്ക, ചേച്ചി ഏയ് നിക്ക. സുധേട്ടാ നിക്ക്. ഇത് വേണ്ട സുധിയേട്ടാ, വന്നേ. സുധിയേട്ടാ കേൾക്കുന്നുണ്ടോ? സുധിയേട്ടാ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? പെട്ടെന്ന് നിങ്ങൾ വന്നേ. ഹലോ, ഹമീദ് ഉണ്ടോ അവിടെ? 2 ദിവസമായിട്ട് ലീവാ. അച്ഛാ ഞാൻ സുധിയ. ആ മനസ്സിലായി. മീനു എവിടെയാ? വീട്ടിലും ഓഫീസിലും ഒന്നും എത്തിയിട്ടില്ല. ഒരുപാട് സംസാരിക്കാനുണ്ട് എനിക്ക് ഇതിനോട്, പക്ഷേ ഇപ്പം അതിനുള്ള സമയമില്ല. മീനു മദർ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. ഹോസ്പിറ്റലോ? എന്താ സംഭവിച്ച? സ്കൂളിൽ എന്തോ ആക്സിഡന്റ് നടന്നായിട്ടേ അവള് പറഞ്ഞുള്ളൂ. ഞാൻ തൃശ്ശൂരായിരുന്നു, എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അല്പസമയത്തിനകം അങ്ങെത്തും. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടം വരെ ഒന്ന് പോയി അന്വേഷിക്കേ. നമ്മുടെ മോൻ എന്താ പറ്റിയത്? എന്താ പറ്റിയെന്ന്? നമ്മുടെ മോൻ എന്താ പറ്റിയെന്ന്? എന്റെ മോളെ,
എന്റെ പൊന്നു മോളെ. എന്താ മീനു? ഏയ് ഒന്നുമില്ല.